ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അറബിക് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ചിക്കൻ മദ്ബിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചിക്കൻ അങ്ങനെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ 2 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ വീണ്ടും കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചത് നമുക്കിതിനെ അങ്ങനെ പരത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ഈ വിങ്സിൻ്റെ ഈ ഒരു ജോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇമ്മൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടോ, ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുക്കണം. ഇനി ഈ തൈയിന്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴും ആ ജോയിന്റ് നിങ്ങളുടെ വേറെ ആക്കരുത് കേട്ടോ. ഇതുപോലെ വേണം കട്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പൊളിച്ചു കൊടുക്കണം. ഈ എല്ലിനോട് ചേർത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഇങ്ങനെ കീറി കൊടുക്കാം. ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഈ പറക്കാൻ്റെ അവിടെ എത്തുമ്പോൾ ഈ രീതിയിൽ. അപ്പൊ ഇതേപോലെ നമുക്ക് മറ്റേതും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ വേണം. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ വേണം, 1 ടീസ്പൂൺ അറബി മസാല വേണം, പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും, പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും വേണം. അപ്പോൾ ഈ മസാല നമുക്ക് ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. അപ്പൊ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാനേ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കന് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിത് ഇതുപോലത്തെ ഗ്രിൽ ട്രേന്റെ മുകളിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓയിൽ വെച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മദ്ബീന്റെ റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായാലും നമുക്കതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു ഡ്രൈ ലെമണ്, ഒരു 3 or 4 ബേ ലീഫ്, 3 ഗ്രാമ്പൂ, 3 ഏലക്കായ, 3 ഗ്രാമ്പൂ, ഒരു 5 കുരുമുളക്. ഇത് നമുക്കിനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുതിർത്തിയിട്ടുള്ള 3 കപ്പ് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിതിലേക്ക് ഈ അരി വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പൊ 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരിയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
അപ്പം നമുക്ക് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അരിയും വെള്ളം കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കന് നമ്മുടെ വെന്ത ചോറിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒരു സ്മോക്കി സ്മെല്ലൊന്ന് കൊടുക്കാം. അപ്പം ഞാനതിങ്ങനെ ഡ്രൈ ആയ ഭാഗത്ത് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഉണ്ടല്ലോ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മളിങ്ങനെ ആക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും ഉണ്ടാവും, നമ്മുടെ ചിക്കന് ആ ഒരു ഗ്ലേസിങ്ങും കിട്ടും. ഇതിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. നമുക്കിങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ 10 മിനിറ്റ് വെക്കുന്നത്. നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സൽസ റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി. എന്നാൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റിന് മുകളിലായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ മദ്ബി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളിത് വിളമ്പിണിന്റെ മുന്നേ ആദ്യം നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കുറച്ച് മല്ലിയിലൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മദ്ബി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ സെൻഡ് ചെയ്ത് തരണം. പിന്നെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.